ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ കിച്ചണിലൊക്കെ കയറി കുറച്ച് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഒന്ന് ഇറങ്ങിയതാണ്. ഇന്ന് വലിയ കുഴപ്പമില്ലാത്തൊരു വെട്ടമൊക്കെ ഉണ്ട്. ഇന്നലെ അങ്ങനെ മഴ പെയ്തില്ല, രാത്രിയായപ്പോഴല്ലേ മഴ പെയ്ത്. ഇന്ന് പക്ഷെ വെട്ടവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചായ വെക്കാമെന്ന് വിചാരിച്ച്. എന്താണ് എത്ര വേഗമാണല്ലേ വെക്കേഷൻ കഴിഞ്ഞ് സ്കൂൾ തുറന്നു. ശരിക്കും പറഞ്ഞാൽ കുട്ടികളെക്കാളും മടി ശരിക്കും നമ്മൾ അമ്മമാർക്കായിരിക്കും. കാരണം കുട്ടികൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിന് എഴുന്നേറ്റ് റെഡിയായി പോയാൽ മതി. പക്ഷെ നമ്മളതുപോലെ അല്ലല്ലോ. നമ്മൾ ഒരുപാട് നേരത്തെ എഴുന്നേറ്റാലല്ലേ നമുക്ക് അതിനനുസരിച്ചിട്ട് കുട്ടികളെ നേരത്തെ വിടാൻ പറ്റുള്ളൂ. അപ്പം അതൊരു ടാസ്ക് തന്നെയാണ്. അങ്ങനെ പാലൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തു, പിന്നെ ഏലക്കപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര നേരത്തെ എഴുന്നേറ്റാലും ആ ഒരു സ്കൂളിൽ വിടുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഹറിബറി ആണല്ലോ. എത്ര നേരത്തെ എഴുന്നേറ്റാലും എന്തോ ഒട്ടും സമയം തികയാത്ത പോലെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഉച്ചക്ക് പിന്നെ ഉറങ്ങുന്നില്ല കേട്ടോ. അതാണ് രാത്രിത്തെ ഉറക്കേ ഉള്ളൂ. അപ്പം ഞാൻ ചോറൊക്കെ രാത്രി തന്നെ ഒന്ന് തിളപ്പിച്ചത് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറൊക്കെ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഞാൻ പച്ചക്കറികളൊക്കെ അരിഞ്ഞ് അതൊക്കെ ഒരു ബോക്സിലാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലത്തെ നേരം ഇപ്പോൾ പോകെ സമയം ഒട്ടും ഇല്ലാത്ത പോലെയാണ്. അപ്പോൾ ഈ പച്ചക്കറി അരിയലൊക്കെ ഒരു ടാസ്ക്കായിട്ട് വരും. അപ്പോൾ ഞാൻ അതൊക്കെ തലേദിവസം അരിഞ്ഞ് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കണം. ഉപ്മാവാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരിക്കണം. കാരണം തലേദിവസം കറിയൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ വെറുതെ ഉണ്ടാക്കിയാലും വേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനത് അതിനുള്ള സവാളയും ഒക്കെ കട്ട് ചെയ്ത് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ചട്ടിയിലാണ് ഞാനിന്ന് വെക്കണത്. കാരണം ഞാൻ ഉലർത്താനെടുക്കണ ചീനച്ചട്ടി ഞാനിന്ന് ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് എടുക്കണുണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് കറിച്ചട്ടിയിൽ വെക്കാമെന്ന്. പക്ഷേ ഈ കറിച്ചട്ടിയിൽ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഞാൻ ഇതിന് വേണ്ടി ഒരു ചെറിയൊരു ചട്ടി തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടായി. പക്ഷെ അത് നമ്മുടെ പുളിയും കറി റെഡിയാക്കിയ ശേഷം അടി ഇങ്ങനെ പിടിച്ചെത്ര ദിവസം വെള്ളം ഒഴിച്ചിട്ടിട്ടും അതിങ്ങനെ അടർന്ന് വരണില്ല. അതിന് വല്ല ടിപ്പുണ്ടെങ്കിൽ പറഞ്ഞോട്ടാ. അപ്പം ഞാൻ അതൊക്കെ പച്ചക്കറികളൊക്കെ ഒന്ന് കടുക് വറുത്ത് ഇടിച്ച് മുളക് ഇട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് വേവിക്കാൻ വെക്കുകയാണ്. പക്ഷേ ഇതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഞാൻ ഇറച്ചിയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ചിട്ട് ഞാനൊരു വലിയ ചട്ടി വാങ്ങി വെച്ചിട്ടുണ്ട്. അതിൽ ഇറച്ചി സെറ്റ് ചെയ്തെടുക്കും ഇടക്ക് പക്ഷെ മടിയാവും. അതിങ്ങനെ നമ്മുടെ ഈ വെള്ളമൊക്കെ നിറച്ച് വെക്കണ മട്ടയുടെയൊക്കെ ഒരു ചെറിയൊരു ചട്ടി. അപ്പോൾ അതിൽ ഞാൻ ഇടയ്ക്ക് ഇറച്ചിക്കറി വെക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ ബീഫ് അതിലൊക്കെ ഇട്ട് വറ്റിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങോട്ട് വേവുന്നേരം നമുക്ക് ഉപ്മാവൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉപ്മാവിനുള്ളത് ചീനച്ചട്ടിയൊക്കെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഞാനപ്പോൾ കറിയുള്ളതുകൊണ്ടാണ് കേട്ടോ ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല, ഞാൻ തന്നെ ഇരുന്ന് കഴിക്കേണ്ടി വരും. പക്ഷേ ഇതിപ്പോൾ കറിയൊന്നുമില്ലെങ്കിൽ ഒട്ടും കഴിക്കില്ല കേട്ടോ. അപ്പോൾ തലേദിവസം വറുത്തരച്ച കറിയുള്ളത് കാരണം മാത്രമാണ് ഞാൻ ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മോള് കഴിക്കില്ല കേട്ടോ. മോള് ഉപ്മാവും കാര്യങ്ങളൊന്നും ഹസ്ബൻഡിന് വലിയ ഇഷ്ടമില്ല. പക്ഷെ മോൻ കഴിച്ചോളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചേ അവനിക്ക് ഇപ്പോൾ ലഞ്ചിന് കൊടുത്തു വിടാനായിട്ട് മുട്ടയും വറുക്കുക, ഈ ഒലത്തും നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമല്ലോ. എപ്പോഴും മുട്ടയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായെന്ന് വരില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചേ അവൻ പോണ നേരം ആകുമ്പോഴത്തേക്കും കുറച്ച് ഉപ്മാവ് ഉണ്ടാക്കി അവനത് കഴിച്ചിട്ട് പോയിക്കോളൂ. അവനിക്ക് കറിയും കാര്യങ്ങളൊന്നും വേണ്ട. അവന് മീൻകറി കൂട്ടേ ഇല്ല. അപ്പോഴൊക്കെ എന്ത് ചെയ്യും, നമ്മൾ ആ പച്ചക്കറി കോവയ്ക്കാണ് അരിഞ്ഞ് വെച്ചത്. അപ്പോൾ കോവയ്ക്ക ഉലർത്തൊക്കെ റെഡിയായി. ഇനി ഉപ്മാവിന് റെഡിയാക്കാനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഞാൻ പൊടിക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. അതെനിക്ക് വൈറ്റ് കളർ ഇങ്ങനെ കളറൊന്ന് ചേഞ്ച് ആവണമെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്മാവിന്. പക്ഷെ ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ എനിക്കൊരു ടേസ്റ്റും തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഇടയ്ക്ക് ഞാൻ ഇതൊക്കെ വറുത്തിട്ട് കൊടുക്കും. പിന്നെ ക്യാരറ്റ് പക്ഷേ ഇതിപ്പോൾ സിമ്പിളായിട്ട് എളുപ്പം റെഡിയാക്കി എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ അതിലോട്ടൊന്നും പോയില്ല. അപ്പോൾ അതങ്ങനെ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ച് അപ്പോഴേക്കും ചോറൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വടിക്കാനായിട്ട് വെച്ചിട്ടോ. അപ്പോഴേക്കും ഉപ്മാവിനുള്ള വെള്ളവും തിളച്ച് റവയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ ഉപ്മാവിന് റവ ഇട്ട് കൊടുക്കുമ്പോഴേ ഒരു കഴുക്ക് ഇട്ട് കൊടുക്കുന്നതിനൊപ്പം തന്നെ മറ്റേ കൈ കൊണ്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലാന്നിട്ട് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഇളക്കിക്കൊണ്ട് നിന്നില്ലെങ്കിൽ കട്ട പിടിച്ച് ഞാൻ പിന്നെ അതും ആയിട്ട് പിടിയും വലിയായിരുന്നു.
എനിക്ക് ഉപ്മാവ് അങ്ങനെ ഇതുവരെ ഇങ്ങനെ ആയിട്ടില്ല. പിന്നെ ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി 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 കൊടുത്തിട്ടാണ്. പിന്നെ വെള്ളം അധികമായാലും റവ അത് വലിച്ചെടുക്കുമായിരുന്നു. പക്ഷേ ഇത് വെള്ളവും എനിക്ക് തോന്നുന്നു വെള്ളവും കുറവായിപ്പോയി. പക്ഷേ ഉപ്മാവ് കുഴപ്പമില്ലായിരുന്നു. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. എപ്പോഴും ഉപ്പ് കൂടുതലാകലാണ്, അപ്പോൾ ഉപ്പിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു. അങ്ങനെ ഉപ്മാവൊക്കെ സെറ്റായി. അപ്പോൾ എന്നാൽ ഞാൻ കറിയൊക്കെ ചൂടാക്കാൻ വെച്ച്. പിന്നെ നമ്മൾ മീനാണെങ്കിൽ എന്താണ് വറുത്തരച്ചത് പിറ്റേ ദിവസം കൂട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റാണല്ലേ. കറിയൊക്കെ അങ്ങനെ തിളപ്പിച്ചെടുത്ത് അതും മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവനിക്ക് കൊണ്ടുപോകാനായിട്ടൊരു മുട്ട വറുക്കണം. അപ്പോൾ അതും കൂടി വറുത്ത് കഴിഞ്ഞതിപ്പോൾ മോനിക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രമേ ഞാൻ കാണിക്കണുള്ളൂ. മോള് ഈ പറഞ്ഞ പോലെ പച്ചക്കറിയൊക്കെ കൂടുതൽ കുറവായതുകൊണ്ട് അതിനോടൊപ്പം ഞാൻ ഒരു ചിക്കൻ പൊരിച്ചും വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എയർ ഫ്രൈ ചെയ്താണ് എടുത്തത്. പക്ഷേ ഞാൻ ആ വീഡിയോസൊന്നും എടുത്തില്ല. കാരണം മോൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് മോളെ കൊണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ മോനിക്ക് ലഞ്ചിനുള്ള മുട്ടയും കൂടി ഒന്ന് വറുത്തെടുക്കട്ടെ. എണ്ണ നന്നായിട്ട് ചൂടായി പോയിട്ട് തന്നെ പരന്നില്ല കേട്ടോ. വാലും ഇതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ കട്ട് ചെയ്തിട്ടാണ് കൊടുത്തു വിട്ടത്. അല്ലെങ്കിൽ ഒരു ഷേപ്പില്ലാത്ത പോലെ ആയിപ്പോകൂലേ. എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് ഒരുമാതിരി ഷേപ്പായിപ്പോയി. പിന്നെ എന്തായാലും കുഴപ്പമില്ല, മുട്ട വറുക്കണത് എങ്ങനെ പൊരിച്ചാലും ടേസ്റ്റാണല്ലോ. എന്നാലും ഞാൻ ആ വാലും തലയൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞിട്ടാണ് കൊടുത്തു വിട്ടത്. അങ്ങനെ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയാക്കണതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്മുടെ ടിഫിൻ ബോക്സിലോട്ട് നല്ല ചൂട് ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ കൊടുത്തു വിടുമ്പോൾ ഞാൻ കുറച്ചധികം ചോറ് കൊടുത്തു വിടും. കാരണം എന്നറിയാം, ഇവിടെ നിന്ന് വേണ്ടെന്ന് പറയുന്നവരൊക്കെ അവിടെ ചിലപ്പോൾ കഴിക്കും. അപ്പം നമ്മുടെ കോവക്ക മെഴുക്കുരട്ടിയും മുട്ട വറുത്തയും വെച്ച് കൊടുത്ത് അവനിക്ക് ഇത് തന്നെ ധാരാളം കേട്ടോ. വേറൊന്നും ഇല്ലെങ്കിലും വേണ്ട, അവനിക്ക് ആ ഒലത്തും മുട്ട വറുത്തുണ്ടെങ്കിൽ അവൻ കഴിച്ചോളും. അങ്ങനെ നമ്മുടെ ടിഫിൻ ബോക്സൊക്കെ പാക്ക് ചെയ്ത് അപ്പോൾ അവനെ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.